എ.സി. കാറിന്റെ ചില്ലുകൾ അടച്ചിട്ടിരുന്നു. പുറത്തെ ലോകം അവ്യക്തമായ ചിത്രങ്ങൾ പോലെ മിന്നിമറഞ്ഞു. കാറിനുള്ളിൽ തണുത്ത വായു ഉണ്ടായിരുന്നു. എങ്കിലും ബ്രൂണോയ്ക്ക് വല്ലാത്തൊരു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. പിൻസീറ്റിലെ തുകൽ വിരിപ്പിൽ അവൻ നഖങ്ങളമർത്തി. അവൻ പുറത്തേക്ക് നോക്കി. നഗരം പിന്നിലേക്ക് ഓടുകയാണ്. മിസ്റ്റർ വർമ്മ മുൻസീറ്റിലായിരുന്നു. അയാൾ ഇടയ്ക്കിടെ കണ്ണാടിയിലൂടെ ബ്രൂണോയെ നോക്കി. ആ നോട്ടത്തിൽ പതിവില്ലാത്ത എന്തോ ഒന്നുണ്ടായിരുന്നു. അത് കുറ്റബോധമാണോ? അതോ വെറും വെപ്രാളമാണോ? ബ്രൂണോയ്ക്ക് മനുഷ്യരുടെ മുഖഭാവങ്ങൾ വായിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അവരുടെ മണം അവന് കൃത്യമായി അറിയാം. ഇന്ന് വർമ്മയിൽ നിന്ന് വരുന്നത് ഭയത്തിന്റെ മണമാണ്. വിലകൂടിയ കൊളോണിന്റെ സുഗന്ധത്തിന് പോലും ആ ഭയത്തെ മറയ്ക്കാൻ കഴിയുന്നില്ല. നമ്മൾ എത്താറായി, വർമ്മ പിറുപിറുത്തു. അത് ബ്രൂണോയോടാണോ പറഞ്ഞത്, അതോ സ്വയം പറഞ്ഞതാണോ എന്ന് വ്യക്തമല്ല. ബ്രൂണോ ചെറുതായൊന്ന് മോങ്ങി. അവൻ മുൻസീറ്റിലേക്ക് തലനീട്ടി. വർമ്മയുടെ തോളിൽ മുഖമുരസാൻ ശ്രമിച്ചു. സാധാരണ വർമ്മ അവനെ തലോടാറുള്ളതാണ്. ഗുഡ് ബോയ് ബ്രൂണോ എന്ന് വിളിക്കാറുള്ളതാണ്. പക്ഷേ ഇന്ന് വർമ്മ പെട്ടെന്ന് തോളൊന്ന് വെട്ടിച്ചു. ഇരിക്കവിടെ, വർമ്മയുടെ ശബ്ദത്തിൽ കാർക്കശ്യമുണ്ടായിരുന്നു. ബ്രൂണോ അനുസരണയോടെ പിൻസീറ്റിലേക്ക് ചുരുണ്ടുകൂടി. അവന്റെ വലിയ തവിട്ടുനിറമുള്ള കണ്ണുകൾ വർമ്മയുടെ പിരടിയിൽ തന്നെ തറഞ്ഞു നിന്നു. എന്താണ് സംഭവിക്കുന്നത്? അവർ പാർക്കിലേക്കാണോ പോകുന്നത്, അതോ ഡോക്ടറുടെ അടുത്തേക്കോ? കാർ വലിയൊരു ഗേറ്റ് കടന്നു. എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് പ്രവേശിച്ചു. വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നതിന്റെ ഇരമ്പൽ കേട്ടു. അപ്പോൾ ബ്രൂണോയുടെ ചെവികൾ കൂർത്തു. വലിയ കെട്ടിടങ്ങൾ, നിറയെ വെളിച്ചം, തിരക്കിട്ടു പോകുന്ന മനുഷ്യർ. കാർ വർമ്മ ഒതുക്കി നിർത്തി. എഞ്ചിൻ ഓഫ് ചെയ്തില്ല. എയർ കണ്ടീഷണറിന്റെ മൂളൽ മാത്രം ബാക്കി. അയാൾ ഒരു നിമിഷം സ്റ്റിയറിംഗിൽ തലവെച്ചിരുന്നു. പിന്നെ ദീർഘശ്വാസത്തോടെ ഡോർ തുറന്നു പുറത്തിറങ്ങി. ബ്രൂണോയും ആവേശത്തോടെ ചാടിയിറങ്ങി. പുറത്തെ ചൂട് അവന്റെ മുഖത്തടിച്ചു. എയർപോർട്ടിലെ ടാറിട്ട റോഡിന്റെ മണം, വിമാന ഇന്ധനത്തിന്റെ രൂക്ഷഗന്ധം, അതെല്ലാം അവന്റെ മൂക്കിലേക്ക് തുളച്ചുകയറി. വർമ്മ കാറിന്റെ ഡിക്കി തുറന്നു. ബ്രൂണോ വാലാട്ടിക്കൊണ്ടങ്ങോട്ട് ചെന്നു. വർമ്മ വലിയൊരു സ്യൂട്ട്കേസ് പുറത്തെടുത്തു. പിന്നെ ബ്രൂണോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം കയ്യിലെടുത്തു. ആ പഴയ നിറം മങ്ങിയ ചുവന്ന പന്ത്. ബ്രൂണോയുടെ കണ്ണുകൾ വിടർന്നു. അവൻ ആവേശത്തോടെ കുരച്ചു. നമ്മൾ കളിക്കാൻ പോവുകയാണോ? ഇവിടെ വെച്ചോ? അവൻ വാലാട്ടി വർമ്മയുടെ കാലിൽ ചുറ്റിപ്പറ്റി നിന്നു. വർമ്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റും നോക്കി. ആരും ശ്രദ്ധിക്കുന്നില്ലെന്നുറപ്പുവരുത്തി. ബ്രൂണോ, ഗോ ഫെച്ച്. പോയി എടുക്ക്. വർമ്മ ആ പന്ത് എറിഞ്ഞു. എയർപോർട്ടിന്റെ എൻട്രൻസിൽ നിന്ന് അല്പം മാറി പാർക്കിംഗ് ഏരിയയുടെ അറ്റത്തേക്കാണ് എറിഞ്ഞത്. ബ്രൂണോയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ലായിരുന്നു. അവന്റെ ലോകം ആ ചുവന്ന പന്തിലേക്ക് ചുരുങ്ങി. അവൻ കുതിച്ചു പാഞ്ഞു. ടാർ റോഡിലൂടെ നഖങ്ങൾ ഉരസി, കാറ്റുകളെ കീറിമുറിച്ച് അവൻ ആ പന്തിന്റെ പിന്നാലെ ഓടി. പന്ത് ഒരു തൂണിന്റെ മറവിലേക്ക് ഉരുണ്ടുപോയി. ബ്രൂണോ അതിനെ പിന്തുടർന്നു. കൃത്യമായി വായകൊണ്ട് കടിച്ചെടുത്തു. വിജയിയുടെ തിളക്കത്തോടെ അവൻ തിരിഞ്ഞു. അത് വർമ്മയ്ക്ക് തിരികെ നൽകാനായി അവൻ തിരിഞ്ഞു. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. കാർ നിന്നിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു. ദൂരെ എക്സിറ്റ് റോഡിലൂടെ വർമ്മയുടെ കാർ പോകുന്നത് കണ്ടു. അത് വേഗത്തിൽ മറയുന്നത് ബ്രൂണോ കണ്ടു. കാറിന്റെ ചുവന്ന ലൈറ്റുകൾ ഇരുളിൽ മാഞ്ഞുപോയി. അതുവരെ അവൻ നോക്കി നിന്നു. അവൻ കുരയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തുവന്നില്ല. വായയിൽ ആ ചുവന്ന പന്ത് ഇപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. വർമ്മ ഒരു റൗണ്ട് കറങ്ങിവരും. ഇതൊരു കളിയാണ്, ഒളിച്ചുകളി. ബ്രൂണോ ആ തൂണിന്റെ ചുവട്ടിൽ തന്നെയിരുന്നു. പന്ത് താഴെ വെച്ചു. അതിൽ മുൻകാലുകൾ കയറ്റിവെച്ചു. വിമാനങ്ങൾ പറന്നുയരുന്ന ശബ്ദം അവന്റെ ചെവികളെ വേദനിപ്പിച്ചു. എയർപോർട്ടിലെ തണുത്ത കാറ്റ് അവന്റെ രോമങ്ങളെ ഉലച്ചു. അവൻ കാത്തിരിപ്പ് തുടങ്ങി. അതൊരു നീണ്ട കാത്തിരിപ്പിന്റെ തുടക്കമായിരുന്നു. അവസാനിക്കാത്ത കാത്തിരിപ്പ്. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറി. എയർപോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാറുകൾ വരുകയും പോവുകയും ചെയ്തു. ഓരോ കാറിന്റെയും ഇരമ്പൽ കേൾക്കുമ്പോഴും ബ്രൂണോയുടെ ചെവികൾ കൂർത്തു. അവൻ ആവേശത്തോടെ എഴുന്നേൽക്കും, വാലാട്ടും. പക്ഷേ അത് വർമ്മയുടെ കാറായിരുന്നില്ല. അവന്റെ വായയിൽ ആ ചുവന്ന പന്ത് ഇപ്പോഴും ഭദ്രമായിരുന്നു. അത് വെറുമൊരു കളിപ്പാട്ടമായിരുന്നില്ല. വർമ്മ തിരിച്ചുവരുമെന്നതിന്റെ ഉറപ്പായിരുന്നു. ഇതൊരു കളിയാണ്, അവൻ സ്വയം പറഞ്ഞു. ഞാൻ ഈ പന്ത് സൂക്ഷിച്ചാൽ വർമ്മ തിരികെ വരും, എന്നിട്ടെന്നെ അഭിനന്ദിക്കും.
സന്ധ്യ മയങ്ങിത്തുടങ്ങി. എയർപോർട്ടിലെ കൂറ്റൻ ലൈറ്റുകൾ ഓരോന്നായി മിഴി തുറന്നു. ടാർ റോഡിൽ വീണുകിടന്ന ചൂട് മാറി. തണുത്ത കാറ്റു വീശാൻ തുടങ്ങി. ബ്രൂണോയ്ക്ക് ദാഹിക്കാൻ തുടങ്ങിയിരുന്നു. നാക്ക് പുറത്തേക്കിട്ട് അവൻ കിതച്ചു. പക്ഷേ ആ സ്ഥലം വിട്ടുപോകാൻ അവൻ തയ്യാറായിരുന്നില്ല. ഒരടി മാറിയാൽ വർമ്മയ്ക്ക് തന്നെ കാണാൻ കഴിയില്ലെങ്കിലോ? പെട്ടെന്ന് ഒരു വെളുത്ത കാർ അവന്റെ മുന്നിൽ വന്നു നിന്നു. ബ്രൂണോയുടെ ഹൃദയം മിടിച്ചു. അത് വർമ്മയുടെ കാറുപോലെ തന്നെയാണ്. അവൻ പന്തുമായി കാറിനടുത്തേക്ക് ഓടി. ഡോറ് തുറന്ന് ഒരാൾ പുറത്തിറങ്ങി. ബ്രൂണോ വാലാട്ടിക്കൊണ്ട് അയാളുടെ കാലിൽ ഉരസാൻ ചെന്നു. മാറിപ്പോ അങ്ങോട്ട്! അയാൾ ദേഷ്യത്തോടെ ബ്രൂണോയെ ആട്ടിയോടിച്ചു. ഏതാ ഈ പട്ടി? സെക്യൂരിറ്റി! ബ്രൂണോ പേടിച്ചു പിന്മാറി. ആ ശബ്ദം വർമ്മയുടേതല്ലായിരുന്നു. ആ മണം വർമ്മയുടേതല്ലായിരുന്നു. അപമാനഭാരത്താലും സങ്കടത്താലും അവൻ വീണ്ടും ചുരുണ്ടുകൂടി. ആ പഴയ തൂണിന്റെ മറവിലേക്ക് അവൻ മാറി. താൻ ആർക്കും വേണ്ടാത്തവനായി മാറുകയാണോ എന്നൊരു തോന്നൽ അവന്റെ ഉള്ളിൽ ആദ്യമായി മുളപൊട്ടി. അവൻ ആ ചുവന്ന പന്തിലേക്ക് നോക്കി. അതിന്റെ നിറം മങ്ങിത്തുടങ്ങിയിരുന്നു. എങ്കിലും അതായിരുന്നു അവന്റെ ഏക ആശ്വാസം. വർമ്മയുടെ കൈകൾ തൊട്ട അവസാനത്തെ വസ്തു. അവൻ അതിൽ മുഖം ചേർത്ത് കണ്ണുകളടച്ചു. രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വിമാനങ്ങൾ പറന്നുയർന്നു. എയർപോർട്ട് ഒരിക്കലും ഉറങ്ങാറില്ല. പക്ഷേ ബ്രൂണോയ്ക്ക് ആ തിരക്കിനിടയിലും ശൂന്യത അനുഭവപ്പെട്ടു. വിശപ്പവന്റെ വയറ്റിൽ കൊളുത്തി വലിക്കാൻ തുടങ്ങി. രാവിലെ വർമ്മ കൊടുത്ത ബിസ്ക്കറ്റിന്റെ രുചി മറന്നുപോയിരിക്കുന്നു. തൊണ്ട വരളുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയി കുറച്ചു വെള്ളം കുടിക്കണമെന്ന് അവന് തോന്നി. പക്ഷേ ആ പന്ത് അവിടെ ഉപേക്ഷിച്ചു പോകാൻ വയ്യ. ആരെങ്കിലും അത് എടുത്തുകൊണ്ടുപോയാലോ? വർമ്മ വരുമ്പോൾ പന്തില്ലെങ്കിൽ എന്താകും? അവൻ പന്ത് മുൻകാലുകൾക്കിടയിൽ വെച്ചു. അതിന്മേൽ തലവെച്ച് കിടന്നു. ഉറക്കം വരുന്നില്ല. ഓരോ കാൽപ്പെരുമാറ്റവും അവനെ ഞെട്ടിച്ചു. എടാ പോയേ, ഇവിടെ കിടക്കാൻ പാടില്ല. ഒരു ലാത്തിയുമായി സെക്യൂരിറ്റി ഗാർഡ് അവന്റെ അടുത്തേക്ക് വന്നു. യൂണിഫോം ഇട്ട കറുത്ത തടിയൻ മനുഷ്യൻ. അയാൾ ലാത്തി കൊണ്ട് തറയിൽ ആഞ്ഞടിച്ചു. ബ്രൂണോ പേടിച്ചു ചാരി എഴുന്നേറ്റു. അവൻ പന്ത് കടിച്ചെടുത്ത് അല്പം ദൂരേക്ക് മാറി നിന്നു. ഗാർഡ് വീണ്ടും എടുത്തു. ബ്രൂണോ വീണ്ടും പുറകോട്ട് മാറി. ഗാർഡ് പോകുന്നതുവരെ അവൻ ഇരുളിൽ പതുങ്ങി നിന്നു. അയാൾ പോയെന്നുറപ്പായപ്പോൾ അവൻ തിരിച്ചുവന്നു. പതുക്കെ, വളരെ പതുക്കെ, പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചുവന്നു. അതായിരുന്നു വർമ്മ അവനെ ഇരുത്തിയത്. അവിടെ തന്നെ ഇരിക്കണം. ആ രാത്രി മുഴുവൻ അവൻ അവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. എങ്കിലും ഒരു കാറിന്റെ ഹോൺ കേട്ടാൽ അവൻ ഞെട്ടിയുണരും. വർമ്മ വരുന്നുണ്ടോ? ഇല്ല, ആരുമില്ല. ആദ്യത്തെ രാത്രി അവനെ പഠിപ്പിച്ചത് കാത്തിരിപ്പിന്റെ പാഠങ്ങളല്ല, മറിച്ച് നിരാശയുടെ കയ്പായിരുന്നു. എന്നിട്ടും പ്രതീക്ഷയുടെ നേരിയ വെളിച്ചം ബാക്കിയുണ്ടായിരുന്നു. ആ ചുവന്ന പന്തിൽ അത് ബാക്കിയുണ്ടായിരുന്നു. 2 ദിവസങ്ങൾ കടന്നുപോയി. ബ്രൂണോയുടെ തിളങ്ങുന്ന രോമങ്ങൾ പൊടിപിടിച്ചു മങ്ങിയിരുന്നു. അവന്റെ കണ്ണുകളിലെ തിളക്കം മാറി. അവിടെ ക്ഷീണം നിഴലിച്ചു തുടങ്ങി. എയർപോർട്ടിന്റെ പുറത്തെ വരാന്തയിൽ ആളുകളുടെ തിരക്കാണ്. ടാക്സിക്കാർ, യാത്രക്കാർ, കച്ചവടക്കാർ. ആരും ബ്രൂണോയെ ശ്രദ്ധിക്കുന്നില്ല. അവൻ അവിടെയുള്ള ഒരു വേസ്റ്റ് ബിന്നിന്റെ ഭാഗമായി മാറിയിരുന്നു. അല്ലെങ്കിൽ ഒരു തൂണിന്റെ ഭാഗമായി മാറിയിരുന്നു. ചിലർ അവനെ കണ്ട് മൂക്കുപൊത്തി നടന്നുപോയി. ചിലർ അവനെ ആട്ടിയോടിച്ചു. ഇതിനിടയിലാണ് ആ നിഴൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. 10 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി. മുഷിഞ്ഞ ഷർട്ടായിരുന്നു വേഷം. ട്രൗസർ മുട്ടിനു താഴെ കീറിയിരുന്നു. തോളിൽ വലിയൊരു പ്ലാസ്റ്റിക് ചാക്കുണ്ട്. അവന്റെ മുടി എണ്ണമയം കാണാതെ പാറി പറന്നിരുന്നു. കാലിൽ ചെരുപ്പില്ല. എയർപോർട്ടിലെ ചവറ്റുകുട്ടകളിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കുന്നവനാണ്. അതെല്ലാം വിൽക്കുന്നവനാണവൻ. പേര് അപ്പു. അപ്പുവിന്റെ ലോകം വേറെയായിരുന്നു. ആളുകൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങളിലാണ് അവന്റെ കണ്ണ്. കുപ്പികൾ, പത്രങ്ങൾ, ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പാതി ബാക്കിയായ ഭക്ഷണം. അവൻ പതിവ് പോലെ വേസ്റ്റ് ബിൻ പരതുകയായിരുന്നു. അപ്പോഴാണ് അവനത് കണ്ടത്. തൂണിന്റെ ചുവട്ടിൽ അനങ്ങാതെ കിടക്കുന്ന ഒരു നായ. സാധാരണ തെരുവുനായ്ക്കളെപ്പോലെ അല്ല ഇവൻ. കഴുത്തിൽ നല്ലൊരു ബെൽറ്റുണ്ട്. കാണാൻ നല്ല വംശജനാണെന്ന് തോന്നും. പക്ഷെ ഇപ്പോൾ അവൻ ആകെ തളർന്നിരിക്കുകയാണ്. അപ്പു കൗതുകത്തോടെ നോക്കി. ആ നായയുടെ മുൻകാലുകൾക്കിടയിൽ എന്തോ ഉണ്ട്. ഒരു ചുവന്ന പന്ത്. അപ്പുവിന് നായക്കളെ പേടിയാണ്. മുൻപ് പലതവണ കടികിട്ടാൻ പോയിട്ടുണ്ട്. അവൻ സൂക്ഷിച്ചു നോക്കി. ആ നായ ഉറങ്ങുകയാണോ? അവൻ പതുക്കെ ഒരടി മുന്നോട്ട് വെച്ചു. അപ്പുവിന്റെ കാൽപെരുമാറ്റം കേട്ടതും ബ്രൂണോ തല ഉയർത്തി. അവന്റെ കണ്ണുകളിൽ ജാഗ്രതയുണ്ടായിരുന്നു. ഇവനാര്? എന്റെ പന്തെടുക്കാൻ വന്നതാണോ? ബ്രൂണോയുടെ തൊണ്ടയിൽ നിന്ന് നേരിയൊരു മുരൾച്ച പുറത്തുവന്നു. പെട്ടെന്ന് അവൻ നിന്നു. ഹേയ്,
ഞാനൊന്നും ചെയ്യില്ല, അവൻ പതുക്കെ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ പേടിയേക്കാൾ കൂടുതൽ ആകാംക്ഷയായിരുന്നു. അപ്പു ആ നായയെ തന്നെ നോക്കി നിന്നു. സാധാരണ നായ്ക്കൾ വിശക്കുമ്പോ ഭക്ഷണത്തിനായി അലഞ്ഞുതിരിയും. പക്ഷെ ഇവൻ അനങ്ങുന്നില്ല. ഇവന്റെ ശ്രദ്ധ മുഴുവൻ ആ ഗേറ്റിലേക്കാണ്. ഓരോ വണ്ടി വരുമ്പോഴും ഇവൻ പ്രതീക്ഷയോടെ നോക്കുന്നു, പിന്നെ നിരാശനായി തലതാഴ്ത്തുന്നു. അപ്പുവിന് പെട്ടെന്ന് എന്തോ ഒരടുപ്പം തോന്നി. അവനും ഈ എയർപോർട്ടിൽ പലരെയും കാത്തിരുന്നിട്ടുണ്ട്. അച്ഛനെ, അമ്മയെ, ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന് കരുതി. പക്ഷെ ആരും വന്നില്ല. ഇപ്പോൾ അവനും ഈ നായയെപ്പോലെയാണ്, ആർക്കും വേണ്ടാത്തവൻ. നിന്റെ മുതലാളി നിന്നെ ഇട്ടിട്ടു പോയതാണോ? അപ്പു സ്വയം ചോദിച്ചു. ബ്രൂണോ വീണ്ടും തലചായ്ച്ചു കിടന്നു. അവന്റെ കണ്ണുകൾ അപ്പുവിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ ചെറിയ മനുഷ്യൻ തന്നെ ഉപദ്രവിക്കില്ല എന്ന് അവന്റെ ഉള്ളിലെ ബുദ്ധി പറഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷെ അടുപ്പിക്കാൻ സമയമായിട്ടില്ല. പന്തിപ്പോഴും അവന്റെ അധീനതയിൽ തന്നെയായിരുന്നു. അപ്പു കുറച്ചുനേരം കൂടി അവിടെ നിന്നു. പിന്നെ തന്റെ ചാക്ക് തോളിലിട്ട് നടന്നു നീങ്ങി. പോകുമ്പോൾ അവൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ആ നായ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു, ആ വലിയ എയർപോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ ബിന്ദു പോലെ. അടുത്ത ദിവസം ഉച്ചയായി. വെയിൽ കത്തിക്കാളുകയാണ്. ബ്രൂണോ നാക്ക് പുറത്തിട്ട് വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അവൻ കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. അടുത്തുള്ള ഒരു പൈപ്പിൽ നിന്ന് ഒഴുകിപ്പോയ വെള്ളം, അത് കുറച്ച് നക്കിക്കുടിച്ചത് മാത്രമാണ് ആശ്വാസം. അപ്പു വീണ്ടും ആ വഴി വന്നു. ഇന്ന് അവന്റെ മുഖത്ത് കുറച്ച് തെളിച്ചമുണ്ട്. ഒരു യാത്രക്കാരൻ വലിച്ചെറിഞ്ഞ സാൻഡ്വിച്ച് അവന് കിട്ടിയിട്ടുണ്ട്. അത് പാതി കഴിച്ചതായിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവനത് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ കണ്ണ് തൂണിന്റെ ചുവട്ടിലേക്ക് പോയി. നായ അവിടെ തന്നെയുണ്ട്, എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. അപ്പു കയ്യിലിരുന്ന സാൻഡ്വിച്ചിലേക്ക് നോക്കി, പിന്നെ നായയിലേക്ക് നോക്കി. അവന്റെ വയർ കാളുന്നുണ്ടായിരുന്നു. ഇത് തികച്ചും അവന് തന്നെ തികയില്ല. പക്ഷേ അവൻ പതുക്കെ നായയുടെ അടുത്തേക്ക് ചെന്നു. ബ്രൂണോ തല ഉയർത്തി നോക്കി. പക്ഷേ കുരയ്ക്കാൻ പോലും അവന് ശക്തിയില്ലായിരുന്നു. അപ്പു ആ സാൻഡ്വിച്ച് 2ആയി മുറിച്ചു. അതിലൊരു കഷ്ണം നായയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. കഴിക്കേ, അപ്പു മെല്ലെ പറഞ്ഞു. ബ്രൂണോ ആദ്യം അനങ്ങിയില്ല. അപരിചിതർ തരുന്ന ഭക്ഷണം കഴിക്കരുതെന്ന് വർമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ മുഖം കിരിച്ചു. ജാട കാണിക്കലടാ, നിനക്ക് വിശക്കുന്നുണ്ട്, എനിക്കറിയാം, അപ്പു പറഞ്ഞു. അവൻ അവിടെ തന്നെ കുത്തിയിരുന്ന് തന്റെ പങ്ക് കഴിക്കാൻ തുടങ്ങി. ബ്രൂണോയ്ക്ക് ആ മണം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വിശപ്പ് വർമ്മയുടെ നിയമങ്ങളെക്കാൾ വലുതാണ്. അവൻ പതുക്കെ ആ സാൻഡ്വിച്ച് കഷ്ണത്തിനടുത്തേക്ക് നീങ്ങി. ഒന്ന് മണത്തു നോക്കി, പിന്നെ വേഗത്തിലത് വിഴുങ്ങി. കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അപ്പുവിനെ നോക്കി. ആ നോട്ടത്തിൽ നന്ദിയുണ്ടായിരുന്നോ? അറിയില്ല. പക്ഷെ മുൻപുണ്ടായിരുന്ന ആ മുരൾച്ചയില്ലായിരുന്നു. അപ്പു ചിരിച്ചു. ഇനി നാളെ കാണാം, അവൻ പറഞ്ഞു. അതൊരു തുടക്കമായിരുന്നു, വാക്കുകളില്ലാത്ത ബന്ധത്തിന്റെ തുടക്കം. വിശപ്പ് എന്ന ഭാഷയിലൂടെ അവർക്കിടയിൽ ഒരു പാലം പണിയപ്പെടുകയായിരുന്നു. ബ്രൂണോയ്ക്ക് മനസ്സിലായി, വർമ്മ പോയെങ്കിലും ഈ ലോകത്ത് തന്നെ കാണുന്ന ഒരാൾ കൂടിയുണ്ട്. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. ബ്രൂണോയ്ക്കിപ്പോൾ എയർപോർട്ടിന്റെ മണം പരിചിതമായിരിക്കുന്നു. വിമാന ഇന്ധനത്തിന്റെ രൂക്ഷഗന്ധം, ടാറിട്ട റോഡിൽ വീഴുന്ന മഴത്തുള്ളികളുടെ മണം, ഇതെല്ലാം അവന്റെ ലോകത്തിന്റെ ഭാഗമായി. എന്നാൽ അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ആ തൂണിന്റെ ചുവട്ടിൽ നിന്ന് വർമ്മയുടെ മണം മാഞ്ഞുപോവുകയായിരുന്നു. വിലകൂടിയ പെർഫ്യൂമിന്റെ മണം, സിഗരറ്റിന്റെ ഗന്ധം, അതവനെ ഖിസ്താലുതയായിരുന്നു. കാറ്റോരോ തവണ വീശുമ്പോഴും ആ മണം കുറച്ചുകൂടി അകലേക്ക് പോയി. അവസാനം ആ മണം പൂർണ്ണമായും ഇല്ലാതായി. പകരം മറ്റൊരു മണം അവനെ തേടിയെത്തി, അപ്പുവിന്റെ മണം. അതിൽ വിലകൂടിയ പെർഫ്യൂമുകളില്ലായിരുന്നു. പകരം വിയർപ്പിന്റെ മണമായിരുന്നു. പഴകിയ തുണിയുടെയും എയർപോർട്ടിലെ പൊടിയുടെയും മണമായിരുന്നു. തുടക്കത്തിൽ അവനിഷ്ടമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ മണം വരുമ്പോൾ അവനറിയാം, ഭക്ഷണം വരുന്നുണ്ടെന്ന്, വെള്ളം വരുന്നുണ്ടെന്ന്. അന്നുച്ചയ്ക്ക് അപ്പു വന്നു. ഒരു പഴയ പ്ലാസ്റ്റിക് പാത്രത്തിൽ കുറച്ച് വെള്ളവുമായാണ് വന്നത്. അവനത് ബ്രൂണോയുടെ മുന്നിൽ വെച്ചു. ബ്രൂണോ ആർത്തിയോടെ അത് കുടിച്ചു. അപ്പു അടുത്തുതന്നെയുണ്ടായിരുന്നു. അവൻ ബ്രൂണോയുടെ തലയിൽ തൊടാൻ കൈ നീട്ടി. ബ്രൂണോ ഒന്ന് പിലുത്തി, പക്ഷെ ഒഴിഞ്ഞുമാറിയില്ല. അപ്പുവിന്റെ കൈകൾ പരുക്കനായിരുന്നു. പക്ഷെ ആ സ്പർശനത്തിൽ കരുതലുണ്ടായിരുന്നു. വർമ്മയുടെ തലോടലുകളിൽ ഇല്ലാത്ത ഒന്നായിരുന്നു അത്. ബ്രൂണോ തിരിച്ചറിഞ്ഞു, വർമ്മയുടെ മണം അധികാരത്തിൻ്റേതാണ്, പക്ഷെ അപ്പുവിന്റെ മണം അതിജീവനത്തിൻ്റേതാണ്. എയർപോർട്ടിന് പുറത്തെ ആകാശത്ത് മേഘങ്ങൾ കറുത്തു തുടങ്ങി. വേനൽക്കാലം കഴിഞ്ഞു, മഴക്കാലം വരാനായി. ബ്രൂണോയുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരുന്നു.
അവന്റെ തിളങ്ങുന്ന രോമങ്ങൾ ഇപ്പോൾ മങ്ങി, പലയിടത്തും കൊഴിഞ്ഞുപോയി. വാരിയെല്ലുകൾ എണ്ണാമെന്ന അവസ്ഥയായി. യാത്രക്കാർ വന്നും പോയുമിരുന്നു. ചിലർ അവനെ കണ്ട് സഹതാപത്തോടെ നോക്കും, ചിലർ ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്കും. പക്ഷേ ബ്രൂണോയ്ക്ക് വേണ്ടത് ആഹാരമായിരുന്നില്ല. അവൻ കാത്തിരുന്നത് ആ കാറിനെയാണ്. അപ്പുവിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. മഴ തുടങ്ങിയതോടെ കുപ്പികൾ പെറുക്കുന്നത് ബുദ്ധിമുട്ടായി. പലപ്പോഴും അവൻ നനഞ്ഞൊലിച്ചാണ് വരിക. വിറച്ചുകൊണ്ടാണവൻ ബ്രൂണോയുടെ അടുത്തെത്തുക. ഒരു ദിവസം അപ്പു വന്നപ്പോൾ അവന്റെ കാലിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു. ഒരു ചില്ലുകുപ്പികൊണ്ട് മുറിഞ്ഞതാണ്. ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അവൻ വേദന കടിച്ചമർത്തി ബ്രൂണോയുടെ അടുത്തു വന്നിരുന്നു. ബ്രൂണോ ആ മുറിവ് കണ്ടു. അവൻ പതുക്കെ എഴുന്നേറ്റു. അപ്പുവിന്റെ കാലിലെ മുറിവിൽ നക്കി. നായ്ക്കളുടെ ഉമിനീർ മരുന്നാണെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പു വേദനയോടെ ചിരിച്ചു. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപോലെയാടാ, ആർക്കും വേണ്ടാത്തവർ. അപ്പു മന്ത്രിച്ചു. ആ നിമിഷം അവർക്കിടയിലെ അതിർത്തിരേഖകൾ മാഞ്ഞുപോയി. മനുഷ്യനും മൃഗവും എന്നതിലുപരിയായി അവർ മാറി. വേദന പങ്കുവയ്ക്കുന്ന രണ്ട് ജീവികളായി അവർ മാറി. അന്നു രാത്രി പെയ്തത് ഈ വർഷത്തെ ഏറ്റവും വലിയ മഴയായിരുന്നു. ആകാശം പൊട്ടിപ്പൊളിയുന്നതുപോലെ ഇടിവെട്ടി. കാറ്റാഞ്ഞടിച്ചു. എയർപോർട്ടിന്റെ വരാന്തയിലേക്ക് പോലും വെള്ളം തെറിച്ചു വീണു. ബ്രൂണോ കിടന്നിരുന്ന സ്ഥലം സുരക്ഷിതമായിരുന്നില്ല. മഴവെള്ളം അവന്റെ ശരീരത്തിലേക്ക് അടിച്ചുകയറി. അവൻ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേൾക്കാം. പക്ഷെ അവൻ ആ സ്ഥലം വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. വർമ്മ വരുമ്പോൾ താൻ ഇവിടെ ഇല്ലെങ്കിൽ എന്താകും? പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു രൂപം ഓടിവരുന്നതവൻ കണ്ടു. അത് അപ്പുവായിരുന്നു. അപ്പുവിന്റെ കയ്യിൽ ഒരു വലിയ പ്ലാസ്റ്റിക് ഷീറ്റുണ്ടായിരുന്നു. അവൻ ഓടിവന്ന് ബ്രൂണോയുടെ അടുത്ത് ചേർന്നിരുന്നു. ആ പ്ലാസ്റ്റിക് ഷീറ്റ് അവൻ വിരിച്ചു. അതിന്റെ ഒരു ഭാഗം കൊണ്ട് ബ്രൂണോയെ പുതപ്പിച്ചു. ബാക്കി ഭാഗം സ്വന്തം തലയിലൂടെയും ഇട്ടു. ഇപ്പോൾ അവർ രണ്ടുപേരും ആ ചെറിയ പ്ലാസ്റ്റിക് കൂടാരത്തിനുള്ളിലാണ്. പുറത്ത് മഴയുടെ സംഹാര താണ്ഡവം. ഉള്ളിൽ പരസ്പരം ചൂടുപങ്കിടുന്ന രണ്ട് ഹൃദയങ്ങൾ. ബ്രൂണോ അപ്പുവിന്റെ നെഞ്ചോട് ചേർന്നു നിന്നു. അപ്പു ബ്രൂണോയെ മുറുകെ കെട്ടിപ്പിടിച്ചു. പേടിക്കണ്ട, ഞാനില്ലേ. അപ്പുവിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാക്കുകൾക്കവിടെ സ്ഥാനമില്ലായിരുന്നു. ആ രാത്രിയിൽ, ആ മഴയത്ത് ബ്രൂണോയ്ക്കൊരു കാര്യം മനസ്സിലായി. വർമ്മ തനിക്കൊരു വീട് തന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ കുട്ടി തനിക്കൊരു അഭയമാണ് നൽകുന്നത്. മഴ മാറി വെയിൽ വന്ന ദിവസങ്ങളിലൊന്നിൽ അപ്പു ബ്രൂണോയുമായി കളിക്കാൻ ശ്രമിച്ചു. ബ്രൂണോയുടെ മുൻപിൽ കിടക്കുന്ന ആ ചുവന്ന പന്ത്, അത് അപ്പുവിനെ എപ്പോഴും ആകർഷിച്ചിരുന്നു. അപ്പു കൈ നീട്ടി ആ പന്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ബ്രൂണോയുടെ ഭാവം മാറി. അവൻ പന്തിൽ കൈവച്ചു. അപ്പുവിനെ നോക്കി പതുക്കെ മുരണ്ടു. അത് ആക്രമിക്കാനുള്ള മുരൾച്ചയായിരുന്നില്ല, മറിച്ചൊരു മുന്നറിയിപ്പായിരുന്നു. ഇതെന്റേതാണ്. ഇത് വർമ്മയുടേതാണ്. ഇത് തൊടാൻ ആർക്കും അവകാശമില്ല. അപ്പു പെട്ടെന്ന് കൈ പിൻവലിച്ചു. സോറി, ഞാൻ... ബ്രൂണോ പന്ത് തന്റെ കാലുകൾക്കിടയിലേക്ക് ഒളിപ്പിച്ചു. ആ പന്ത് വർമ്മയുമായുള്ള അവന്റെ അവസാനത്തെ കണ്ണീരാണ്. അത് നഷ്ടപ്പെട്ടാൽ വർമ്മ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയും നഷ്ടപ്പെടും എന്നവൻ ഭയന്നു. അപ്പുവിന് അത് മനസ്സിലായി. അവൻ പിന്നെ ഒരിക്കലും ആ പന്തിൽ തൊടാൻ ശ്രമിച്ചില്ല. പകരം അവൻ ദൂരെ നിന്നൊരു ചെറിയ കല്ലെടുത്തെറിഞ്ഞു. ബ്രൂണോ അത് നോക്കി, പക്ഷെ അനങ്ങിയില്ല. പന്ത് വർമ്മയുടെ ഓർമ്മയാണ്. അത് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ബ്രൂണോ തയ്യാറായിരുന്നില്ല, അപ്പുവിന് പോലും. ഒരു വൈകുന്നേരം ഒരു കറുത്ത ആഡംബര കാർ വന്നു നിർത്തി. എയർപോർട്ടിന്റെ അറൈവൽ ഗേറ്റിലാണത് നിർത്തിയത്. വർമ്മയുടെ കാർ പോലെ തന്നെയുണ്ടായിരുന്നു അത്. ബ്രൂണോ ചാടിയെഴുന്നേറ്റു. അവന്റെ ഹൃദയം പടപടായിടിച്ചു. അവൻ പന്ത് വായിലെടുത്തു. വാലാട്ടിക്കൊണ്ട് കാറിന് പിന്നാലെ ഓടി. വർമ്മ വന്നു, വർമ്മ വന്നു. കാറിൽ നിന്ന് ഒരു മധ്യവയസ്കൻ ഇറങ്ങി. കോട്ടും സ്യൂട്ടും ധരിച്ച ഒരാൾ. ബ്രൂണോ സന്തോഷത്തോടെ കുരച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. വർമ്മയെ സ്വീകരിക്കുന്ന അതേ ആവേശത്തോടെ അവൻ ചെന്നു. അയാളുടെ പാന്റിൽ തൊട്ടു. എടാ പട്ടി, മാറ്! ആ മനുഷ്യൻ അറപ്പോടെ അലറി. അയാൾ ബ്രൂണോയെ ആഞ്ഞു തൊഴിച്ചു. ബ്രൂണോ തെറിച്ചു വീണു. വായിൽ നിന്ന് പന്തുരുണ്ടുപോയി. സെക്യൂരിറ്റി, ഈ നായയെ ഇവിടെ നിന്ന് ഓടിക്കൂ! അയാൾ ആക്രോശിച്ചു. ബ്രൂണോ വേദനയോടെ എഴുന്നേറ്റു. ശാരീരിക വേദനയേക്കാൾ അവനെ തകർത്തത് മനസ്സിന്റെ വേദനയായിരുന്നു. അത് വർമ്മയല്ല,
വർമ്മ ഇനിയും വന്നില്ല. അവൻ പതുക്കെ പന്തും കടിച്ചെടുത്ത് തിരികെ നടന്നു. അപമാനവും സങ്കടവും കൊണ്ട് അവന്റെ തല കുനിഞ്ഞിരുന്നു. അപ്പു ഇതെല്ലാം കണ്ട് ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു. ബ്രൂണോ തിരികെ വന്നപ്പോൾ അപ്പു ഒന്നും പറഞ്ഞില്ല. അവൻ ബ്രൂണോയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചു. ബ്രൂണോയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വീണു. അത് അപ്പുവിന്റെ തോളിലാണ് വീണത്. നായ്ക്കൾ കരയുമോ എന്ന് ശാസ്ത്രത്തിനറിയില്ലായിരിക്കാം. പക്ഷേ അപ്പുവിനറിയാം, ബ്രൂണോ കരയുകയായിരുന്നു. ബ്രൂണോയുടെ സങ്കടം കണ്ട അപ്പു അന്ന് രാത്രി അവനെ വിട്ടുപോയില്ല. അവർ ആ തൂണിന്റെ ചുവട്ടിൽ ഒന്നിച്ചിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവരിരുന്നു. ആകാശത്തെ വിമാനങ്ങൾ മിന്നാമിനുങ്ങുകളെപ്പോലെ പറന്നു നീങ്ങി. "നീ എന്തിനാളാ കരയുന്നത്?" അപ്പു ബ്രൂണോയുടെ ചെവിയിൽ മന്ത്രിച്ചു. "അയാൾ നിന്നെ തല്ലിയില്ലേ? എന്നിട്ട് നീ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണോ?" ബ്രൂണോ അപ്പുവിന്റെ മടിയിൽ തലവെച്ചു. അപ്പു അവന്റെ രോമങ്ങളിൽ വിരലോടിച്ചു. "എനിക്കറിയാം നിന്റെ വിഷമം." അപ്പു തുടർന്നു. "എനിക്കുമുണ്ടായിരുന്നു ഇതുപോലെ ഒരു കാത്തിരിപ്പ്." അപ്പു തന്റെ കഥ പറഞ്ഞു തുടങ്ങി. ബ്രൂണോയ്ക്ക് മനുഷ്യഭാഷ മനസ്സിലാവില്ലായിരിക്കാം. പക്ഷേ ഹൃദയത്തിന്റെ ഭാഷ അവന് പരിചിതമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ ഒരു സ്ഥലത്ത്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, "ഇവിടെ നിൽക്ക്, ഞാൻ വെള്ളം വാങ്ങിയിട്ട് വരാമെന്ന്." അമ്മ അന്ന് പോയതാണ്. വണ്ടികൾ പലതും വന്നുപോയി. ഞാൻ അമ്മയെ നോക്കി ഓരോ ബോഗിയിലും ഓടി നടന്നു. പക്ഷേ ആരും വന്നില്ല. അപ്പുവിന്റെ ശബ്ദം ഇടറി. പിന്നെ ഞാൻ മനസ്സിലാക്കി, ചിലർ പോകുന്നത് തിരിച്ചു വരാനല്ല, നമ്മളെ ഒഴിവാക്കാനാണ്. നീയും അത് മനസ്സിലാക്കണം. ബ്രൂണോ ഒന്നും മൂളി. അവൻ അപ്പുവിന്റെ കൈ നക്കി. രണ്ടുപേരും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഒരാൾ ഒരു സ്റ്റേഷനിൽ, മറ്റൊരാൾ ഒരു എയർപോർട്ടിൽ. വിധി അവരെ ഒരേ ബിന്ദുവിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. തുടർച്ചയായ മഴയും പട്ടിണിയും തണുപ്പും അതെല്ലാം ബ്രൂണോയുടെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങി. ഒരു ദിവസം രാവിലെ അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾക്ക് ശക്തിയില്ലാത്തതുപോലെ അവൻ വീണുപോയി. അപ്പു ഓടിയെത്തി. ബ്രൂണോയുടെ ശരീരം തീ പോലെ പഴുക്കുന്നുണ്ടായിരുന്നു. മൂക്ക് വല്ലാതെ ഉണങ്ങിയിരിക്കുന്നു. ശ്വാസം കിട്ടാൻ അവൻ പാടുപെട്ടു. "ബ്രൂണോ, എന്തുപറ്റി?" അപ്പു അവനെ കുലുക്കി വിളിച്ചു. ബ്രൂണോ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. അവൻ വേദനയോടെ ഒന്ന് മോങ്ങി. അപ്പുവിനെ എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. കയ്യിൽ പണമില്ല. ആരെങ്കിലും സഹായിക്കുമോ? എയർപോർട്ടിലെ യാത്രക്കാരാരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പു തന്റെ കീശയിൽ തപ്പിനോക്കി. ആകെയുള്ളത് 10 രൂപയുടെ മുഷിഞ്ഞ നോട്ടാണ്. അത് മരുന്നിന് തികയില്ല. അവൻ വേഗം അടുത്തുള്ള കടയിലേക്ക് ഓടി. "ചേട്ടാ, എന്റെ പട്ടിക്ക് സുഖമില്ല. കുറച്ച് ബിസ്ക്കറ്റും പാലുമെങ്കിലും തരണം." കടക്കാരൻ അവനെ ആട്ടിയോടിച്ചു. "പൈസയില്ലാതെ ഒന്നും കിട്ടില്ല. പോടാ അവിടുന്ന്." അപ്പു കരഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു. വഴിയിൽ കണ്ട ഒരു പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്തു. കൈക്കുമ്മിളിലെടുത്ത വെള്ളം ബ്രൂണോയുടെ വായിലേക്കിറ്റിച്ചു. പിന്നെ തന്റെ പഴയ ഷർട്ട് വെള്ളത്തിൽ മുക്കി അത് ബ്രൂണോയുടെ നെറ്റിയിൽ വെച്ചുകൊടുത്തു. "നീ മരിക്കരുത്. എനിക്കാരുമില്ല. നീയും കൂടി പോയാൽ എന്തു ചെയ്യും?" അപ്പു വിതമ്പി. പനിയുടെ ക്ഷീണത്തിൽ ബ്രൂണോ മയക്കത്തിലേക്ക് വഴുതി വീണു. അവൻ വീണ്ടും ആ പഴയ AC കാറിലായിരുന്നു. തണുത്ത കാറ്റ്, മൃദുവായ സീറ്റ്. മുൻസീറ്റിൽ വർമ്മ ഇരിക്കുന്നു. "ബ്രൂണോ, ഗുഡ് ബോയ്." വർമ്മയുടെ ശബ്ദം. ബ്രൂണോ സന്തോഷത്തോടെ വാലാട്ടി. വർമ്മ തിരിഞ്ഞു നോക്കി. പക്ഷേ അത് വർമ്മയായിരുന്നില്ല. ആ മുഖം പതുക്കെ മാറി വന്നു. മെലിഞ്ഞ കവിളുകൾ, പാറിപ്പറഞ്ഞ മുടി, സ്നേഹം നിറഞ്ഞ കണ്ണുകൾ. അത് അപ്പുവിനായിരുന്നു. സ്വപ്നത്തിൽ അപ്പു കോട്ടും സ്യൂട്ടുമല്ല ഇട്ടിരുന്നത്. അവന്റെ പഴയ കീറിയ ഷർട്ടാണ് വേഷം. പക്ഷെ അവന്റെ ചിരിക്ക് വർമ്മയുടെ ചിരിയേക്കാൾ തിളക്കമുണ്ടായിരുന്നു. അപ്പു കൈ നീട്ടി. "വാ, നമുക്ക് പോകാം." ബ്രൂണോ കുരച്ചുകൊണ്ട് അപ്പുവിന്റെ മടിയിലേക്ക് ചാടിക്കയറി. പെട്ടെന്ന് അവൻ ഞെട്ടിയുണർന്നു. മഴ പെയ്യുന്നുണ്ട്. മുൻപിൽ നനഞ്ഞൊലിച്ച് തന്നെ നോക്കിയിരിക്കുന്ന അപ്പു. സ്വപ്നത്തിലെ സ്നേഹം യാഥാർത്ഥ്യത്തിലുമുണ്ടെന്ന് ബ്രൂണോ തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ തലയുയർത്തി അപ്പുവിന്റെ കവിളിൽ നക്കി. പനി കുറഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിന് എന്തോ ഒരാശ്വാസം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബ്രൂണോ അല്പം ഉഷാറായി. പക്ഷെ മറ്റൊരപകടം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ട് മാനേജർക്ക് ആരോ പരാതി നൽകി. എൻട്രൻസിൽ ഒരു തെരുവുനായയും ഒരു കുട്ടിയും കിടക്കുന്നു. അത് യാത്രക്കാർക്ക് ശല്യമാണ്. എയർപോർട്ടിന്റെ ഭംഗി നശിപ്പിക്കുന്നു. ഉച്ചതിരിഞ്ഞ് ഒരു മഞ്ഞ വാൻ അവിടെ വന്നു നിന്നു. അതിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡോഗ് സ്ക്വാഡ് എന്നെഴുതിയിരുന്നു. വാനിൽ നിന്ന് 2 പേരിറങ്ങി. കയ്യിൽ നീളമുള്ള വടിയും വലയുമുണ്ട്. അപ്പു ദൂരെ നിന്നത് കണ്ടു. അവന്റെ രക്തം മരവിച്ചുപോയി. അവർ നായ്ക്കളെ പിടിക്കാൻ വന്നതാണ്. പിടിച്ചാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. കൊല്ലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. സെക്യൂരിറ്റി ഗാർഡ് ബ്രൂണോയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. "ദാ, അവിടെയുണ്ടാ പട്ടി."
ബ്രൂണോ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു. അപ്പു സർവ്വശക്തിയും എടുത്തോടി. ബ്രൂണോ, എഴുന്നേൽക്ക്, ഓട്. നായപിടുത്തക്കാർ അടുത്തെത്തിക്കഴിഞ്ഞു. ഒരാൾ വല വീശാൻ തയ്യാറായി നിന്നു. അപ്പു ബ്രൂണോയുടെ അടുത്തെത്തി അവനെ തട്ടി വിളിച്ചു. എടാ, എഴുന്നേൽക്ക്, അവർ പിടിക്കും. ബ്രൂണോ ചാടി എഴുന്നേറ്റു. അപരിചിതരായ മനുഷ്യരെയും അവരുടെ കയ്യിലെ വടിയും കണ്ടു. അപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഭയം അവനെ വരിഞ്ഞു മുറുത്തി. പിടിക്കവനെ, ഒരാൾ അല്ലറി. അപ്പു ബ്രൂണോയുടെ കഴുത്തിലെ ബെൽറ്റിൽ പിടിച്ചു വലിച്ചു. വാ, നമുക്കോടാം. ബ്രൂണോ ഓടാൻ തുടങ്ങി. പക്ഷെ ഒരു നിമിഷം അവൻ നിന്നു. ആ പന്ത്, അവന്റെ ചുവന്ന പന്തവിടെ കിടക്കുകയാണ്. ജീവൻ പോയാലും അത് വിട്ടുകളയാൻ അവന് കഴിയില്ല. നായപിടുത്തക്കാർ തൊട്ടു പിന്നിലെത്തി. ബ്രൂണോ പെട്ടെന്ന് തിരിഞ്ഞു. ആ പന്ത് വായിൽ കടിച്ചെടുത്തു. എടാ ഭ്രാന്ത, ഓട്! അപ്പു കരഞ്ഞു വിളിച്ചു. വല അവന്റെ ദേഹത്ത് വീഴുന്നതിന് തൊട്ടുമുൻപ് ബ്രൂണോ കുതിച്ചു ചാടി. അപ്പുവിനൊപ്പം അവൻ എയർപോർട്ടിന്റെ പിൻഭാഗത്തേക്കോടി. മുള്ളുവേലികൾക്കപ്പുറം കാടുപിടിച്ച ഒരു സ്ഥലമുണ്ട്. അവർ നിർത്താതെ ഓടി. ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. കാലുകളിൽ മുള്ളുകൾ കൊണ്ടു. പുറകിൽ നിന്ന് അവിടെ നിൽക്ക് എന്ന അലർച്ച കേൾക്കാം. അവസാനം ആരും വരാത്ത ഒരു പഴയ കെട്ടിടം കണ്ടു. അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ ഒളിച്ചു. രണ്ടുപേരും കിതയ്ക്കുന്നുണ്ടായിരുന്നു. ബ്രൂണോയുടെ വായിൽ ആ ചുവന്ന പന്ത് ഇപ്പോഴും ഭദ്രമായിരുന്നു. അവൻ അപ്പുവിനെ നോക്കി. നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതുപോലെ വാലാട്ടി. അപ്പു അവനെ കെട്ടിപ്പിടിച്ചു. കിതപ്പുകൾക്കിടയിലും ചിരിച്ചു. ആ നിമിഷം അവർ വെറും കൂട്ടുകാരായിരുന്നില്ല, ഒരേ വിധി പങ്കുവയ്ക്കുന്ന സഹയാത്രികരായിരുന്നു. എയർപോർട്ടിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള സ്ഥലമായിരുന്നു അത്. കാടുപിടിച്ച പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കിതപ്പാറ്റി. സന്ധ്യ മയങ്ങിത്തുടങ്ങിയിരുന്നു. ചീവീടുകളുടെ കരച്ചിൽ മാത്രം കേൾക്കാം. അപ്പു ഒരു പഴയ ചാക്ക് വിരിച്ചു. ബ്രൂണോ അതിൽ ചുരുണ്ടുകൂടി. അവന്റെ വായിൽ നിന്ന് ആ ചുവന്ന പന്ത് താഴെ വീണു. അവൻ അതിലേക്ക് നോക്കി, പിന്നെ അപ്പുവിനെ നോക്കി. നീ വലിയ ധൈര്യശാലിയാണടാ. അപ്പു അവന്റെ തലയിൽ തലോടി. ആ വടിയും വലയുമായി വന്നവരെ കണ്ടിട്ടും നീ ഈ പന്തെടുക്കാൻ നിന്നില്ലേ? സമ്മതിക്കണം. ബ്രൂണോ വാലാട്ടി. അപ്പുവിന്റെ ശബ്ദത്തിലെ സ്നേഹം അവന് മനസ്സിലായി. നിന്റെ പഴയ പേരെനിക്കറിയില്ല, അപ്പു പറഞ്ഞു. അയാൾ എന്തു വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് നീ എന്റെ വീരനാണ്. അതെ, വീരൻ. അപ്പു ആ പേര് ഒന്നുകൂടി ഉറക്കെ വിളിച്ചു. വീരാ! ബ്രൂണോ ചെവി കൂർപ്പിച്ചു. ബ്രൂണോ എന്ന പേരിന്റെ ഗാംഭീര്യം അതിലില്ലായിരിക്കാം, പക്ഷേ വീരൻ എന്ന വിളിയിൽ ജീവനുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് അപ്പുവിന്റെ മുഖത്ത് നക്കി, താൻ അംഗീകരിക്കുന്നു എന്ന ഭാവത്തിൽ. ആ രാത്രിയിൽ കാട്ടിലെ ഇരുട്ടിലും അവർക്ക് ഭയം തോന്നിയില്ല. കാരണം അവർ ഇപ്പോൾ അനാഥരല്ല, പരസ്പരം പേര് വിളിക്കാൻ കൂട്ടുള്ളവരാണ്. 2 ദിവസം അവർ ആ ഒളിസങ്കേതത്തിൽ തന്നെ കഴിഞ്ഞു. പക്ഷെ വിശപ്പ് വില്ലനായി. കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നു. കുപ്പികൾ പെറുക്കി വിറ്റാലേ എന്തെങ്കിലും വാങ്ങാൻ കിട്ടൂ. മാത്രമല്ല, ബ്രൂണോ ഇപ്പോൾ അസ്വസ്ഥനായിരുന്നു. അവന്റെ മനസ്സിപ്പോഴും ആ എയർപോർട്ട് കവാടത്തിലെ തൂണിന്റെ ചുവട്ടിലാണ്. വർമ്മ വന്നാലോ? നമുക്ക് തിരിച്ചു പോകാം, അപ്പു തീരുമാനിച്ചു. രാത്രിയാകുമ്പോൾ പോകാം. അതാകുമ്പോൾ ആ പട്ടാളം പിടിക്കാൻ വരില്ല. രാത്രിയുടെ മറവിൽ അവർ പതുക്കെ നടന്നു. അപ്പുവിന്റെ കയ്യിൽ വീരന്റെ ബെൽറ്റ് മുറുകെ പിടിച്ചിരുന്നു. വീരൻ പന്ത് കടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു. അവർ വീണ്ടും എയർപോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിലെത്തി. പരിചിതമായ സ്ഥലം. ആ തൂണിന്റെ ചുവട്ടിലെത്തിയപ്പോൾ വീരന് വലിയൊരു ആശ്വാസം തോന്നി. അവൻ അവിടെ കിടന്ന് മണ്ണിലുരുണ്ടു. ഞാൻ തിരിച്ചെത്തി. അപ്പു ചുറ്റും നോക്കി. ആരുമില്ല. അവൻ വീരന്റെ അടുത്തു തന്നെയിരുന്നു. ഇനി ആരെങ്കിലും വന്നാൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ ഒന്നിച്ചു നിൽക്കും. ആ നിമിഷം എയർപോർട്ടിലെ വലിയ ക്ലോക്കിൽ 12 മണി അടിച്ചു. പുതിയൊരു ദിവസം തുടങ്ങുകയായിരുന്നു. അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ദിവസം. അടുത്ത ദിവസം രാവിലെ എയർപോർട്ടിൽ വന്നിറങ്ങിയ ഒരു യുവതി, ഒരു ട്രാവൽ വ്ലോഗർ. അവർ ക്യാബ് കാത്തുനിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. ഒരു തൂണിന്റെ ചുവട്ടിൽ ക്ഷീണിച്ചവശനായ ഒരു നായ. അവന്റെ മുൻകാലുകൾക്കിടയിൽ ഒരു ചുവന്ന പന്ത്. അവനോട് ചേർന്നിരുന്ന് കിട്ടിയ ബിസ്ക്കറ്റ് പങ്കുവെച്ചു കഴിക്കുന്ന ഒരു കൊച്ചുകുട്ടി. ആ കാഴ്ചയിൽ വല്ലാത്തൊരു നിഷ്കളങ്കതയും വേദനയുമുണ്ടായിരുന്നു. അവൾ തന്റെ ഫോൺ എടുത്തു. ആരും കാണാതെ അവരുടെ വീഡിയോ പകർത്തി. ഇന്ത്യൻ ഹാച്ചിക്കോയും അവന്റെ ചെറിയ കൂട്ടുകാരനും, എയർപോർട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നായയും അവന് കൂട്ടായി വന്ന അനാഥ ബാലനും. യഥാർത്ഥ സ്നേഹം ഇവിടെയാണ് എന്ന അടിക്കുറിപ്പോടെ അവളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ അത് വൈറലായി. 1000 അത് കണ്ടു, ലക്ഷങ്ങളത് കണ്ടു.
ഷെയറുകൾ കുമിഞ്ഞുകൂടി. ആരാണാ ഉടമ? ആ കുട്ടിയെ സഹായിക്കണം, നായയെ രക്ഷിക്കണം എന്നിങ്ങനെ കമന്റുകൾ പ്രവഹിച്ചു. അപ്പുവും വീരനും ഇതൊന്നും അറിഞ്ഞില്ല. അവർ പതിവുപോലെ വെയിലത്തിരുന്നു. വരാനിരിക്കുന്ന കാറിനെയും കാത്തിരിക്കുകയായിരുന്നു. നഗരത്തിലെ ആഡംബര ഫ്ളാറ്റിൽ മിസ്റ്റർ വർമ്മയിരുന്നു. അയാൾ തന്റെ സോഫയിലിരുന്ന് TV കാണുകയായിരുന്നു. ചാനൽ മാറ്റുന്നതിനിടയിൽ വാർത്തയിലൊരു ചിത്രം തെളിഞ്ഞു. എയർപോർട്ടിലെ കാത്തിരിപ്പ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി നായയും കുട്ടിയും. വർമ്മ ഞെട്ടിപ്പോയി. ആ നായ, അത് ബ്രൂണോയാണ്. ആ ചുവന്ന പന്ത്. അയാൾക്ക് വിശ്വസിക്കാനായില്ല. അവൻ ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണോ? അയാൾ TV ശബ്ദം കൂട്ടി. വാർത്താ അവതാരകൻ പറയുന്നു, ക്രൂരനായ ഉടമ ഉപേക്ഷിച്ചിട്ടും യജമാനനെ കാത്തിരിക്കുന്ന നായ. ഇവനെ സംരക്ഷിക്കുന്നതാകട്ടെ തെരുവിൽ കഴിയുന്ന ഒരു ബാലനും. ആരാണീ ഉടമ? ജനരോഷമുയരുന്നു. വർമ്മയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞാൽ എന്തു ചെയ്യും? തന്റെ ബിസിനസ്സിനെ അത് ബാധിക്കും. തന്റെ പേര് ചീത്തയാകും. ഇല്ല, ഇത് അനുവദിക്കാൻ പറ്റില്ല. വർമ്മ എഴുന്നേറ്റു. ഞാൻ പോയി അവനെ തിരിച്ചെടുക്കണം. എന്നിട്ട് പറയണം അവൻ കാറിൽ നിന്ന് ചാടിപ്പോയതാണെന്ന്. ഞാൻ അവനെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയണം. അതൊരു സ്നേഹത്തിന്റെ തീരുമാനമായിരുന്നില്ല. സ്വാർത്ഥതയുടെയും അഭിമാനം രക്ഷിക്കലിന്റെയും തീരുമാനമായിരുന്നു. വർമ്മ കാർ കീയെടുത്തു. ഉച്ചയായപ്പോഴേക്കും എയർപോർട്ടിന്റെ മുൻവശം ആകെ മാറി. ക്യാമറകളുമായി ചാനലുകാർ, മൊബൈൽ ഫോണുമായി വ്ളോഗർമാർ, കൗതുകം കാണാൻ വന്ന നാട്ടുകാർ. എല്ലാവരും ആ തൂണിനു ചുറ്റും കൂടി. അപ്പുവിന് പേടിയായി. ഇത്രയും ആളുകൾ എന്തിനാണ് വന്നത്? അവർ വീരനെ പിടിക്കാൻ വന്നതാണോ? മാറി നിൽക്ക്, അടുക്കരുത്. അപ്പു വീരനെ ചേർത്ത് പിടിച്ചലറി. വീരനും ഭയന്നു. അവൻ പന്ത് വായിൽ മുറുകെ പിടിച്ചു. ഫ്ലാഷുകൾ മിന്നുന്നത് കണ്ട് അവൻ കുരച്ചു. മോനെ, പേടിക്കണ്ട, ഞങ്ങൾ സഹായിക്കാൻ വന്നതാണ്. ഒരു റിപ്പോർട്ടർ മൈക്കുമായി അടുത്തു. ഈ നായ എത്ര ദിവസമായി ഇവിടെയുണ്ട്? അപ്പു മറുപടി പറഞ്ഞില്ല. അവൻ വീരന്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. ആൾക്കൂട്ടം അവരെ ശ്വാസം മുട്ടിച്ചു. പെട്ടെന്ന് വീരൻ തലയുയർത്തി. അവന്റെ ചെവികൾ കൂർത്തു. ആൾക്കൂട്ടത്തിന്റെ ബഹളത്തിനിടയിലും അവന് ആ ശബ്ദം കേൾക്കാം. പരിചിതമായൊരു കാറിന്റെ എഞ്ചിൻ ശബ്ദം. അവൻ എഴുന്നേറ്റു. വാലാട്ടാൻ തുടങ്ങി. അപ്പു അവനെ പിടിച്ചുവയ്ക്കാൻ നോക്കി. വീരാ, എങ്ങോട്ടാ? പക്ഷെ വീരൻ നോക്കിയത് റോഡിലേക്കാണ്. ആൾക്കൂട്ടത്തിനു പിന്നിലെ റോഡിലേക്കാണ് അവൻ നോക്കിയത്. അവിടെ ഒരു കറുത്ത കാറ് വേഗത്തിൽ വന്നു നിന്നു. ഡോർ തുറന്നു. മിസ്റ്റർ വർമ്മ പുറത്തിറങ്ങി. ക്യാമറകളെല്ലാം അങ്ങോട്ട് തിരിഞ്ഞു. നിശബ്ദത പരന്നു. വീരൻ പന്തുമായി വർമ്മയെ നോക്കി നിന്നു. അവന്റെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അപ്പുവിന്റെ നെഞ്ചു പിടഞ്ഞു. മിസ്റ്റർ വർമ്മയുടെ വരവ് ഒരു സിനിമാ സീൻ പോലെയായിരുന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി. മുഖത്ത് കൃത്രിമമായൊരു സങ്കടവും ആശ്വാസവും വരുത്തി. ക്യാമറകൾക്ക് മുന്നിൽ അയാൾ കൈകൾ വിരിച്ചു. ബ്രൂണോ, മൈ ബോയ്, ഞാൻ നിന്നെ എത്ര ദിവസമായി അന്വേഷിക്കുകയാണെന്നോ? വർമ്മയുടെ ശബ്ദം നാടകീയമായിരുന്നു. ഏതോ കള്ളന്മാർ എന്റെ കാറിൽ നിന്ന് നിന്നെ മോഷ്ടിച്ചതാണ്. ഞാൻ ആകെ തകർന്നുപോയിരുന്നു. ആൾക്കൂട്ടം അത് വിശ്വസിച്ചതുപോലെ തലയാട്ടി. ഓ, അപ്പോൾ ഉപേക്ഷിച്ചതല്ല, കാണാതായതാണ്. ചിലർ മന്ത്രിച്ചു. അപ്പുവിനത് സഹിക്കാനായില്ല. അല്ല, ഇയാൾ കള്ളം പറയുകയാണ്. ഇയാൾ പന്തെറിഞ്ഞുകൊടുത്തു പോയതാണ്. അവൻ വിളിച്ചു പറയാൻ ശ്രമിച്ചു. പക്ഷെ ക്യാമറകളുടെ ബഹളത്തിൽ അവന്റെ നേർത്ത ശബ്ദം ആരും കേട്ടില്ല. വർമ്മ ബ്രൂണോയുടെ അടുത്തേക്ക് നടന്നു. വാ, നമുക്ക് വീട്ടിൽ പോകാം. AC റൂമും നല്ല ഭക്ഷണവും നിന്നെ കാത്തിരിക്കുന്നു. പക്ഷെ ബ്രൂണോ അനങ്ങിയില്ല. അവൻ വാലാട്ടിയില്ല. അവന്റെ വായിൽ ആ പഴയ ചുവന്ന പന്ത് മുറുകെ പിടിച്ചിരുന്നു. വർമ്മയുടെ കണ്ണുകളിലേക്ക് അവൻ ഉറ്റുനോക്കി. ആ കണ്ണുകളിൽ പഴയ സ്നേഹമില്ല, പകരം ഭയവും വെപ്രാളവുമാണെന്ന് ബ്രൂണോ തിരിച്ചറിഞ്ഞു. അവന്റെ മൃഗസഹജമായ ബുദ്ധി അത് തിരിച്ചറിഞ്ഞു. വർമ്മയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ക്യാമറകളില്ലായിരുന്നുവെങ്കിൽ അയാൾ ബ്രൂണോയെ തല്ലിയേനെ. അയാൾ ചിരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, വാടാ, വാ. ബ്രൂണോ ഒരടി പിന്നോട്ടു മാറി. അവൻ അപ്പുവിന്റെ കാലിൽ മുട്ടിനിന്നു. വർമ്മയ്ക്ക് മനസ്സിലായി, ബ്രൂണോ അനുസരിക്കില്ല. അയാൾ പഴയ തന്ത്രം ഓർത്തെടുത്തു. ബ്രൂണോയ്ക്ക് പന്ത് കളിക്കാൻ ഇഷ്ടമാണ്. പന്തെറിഞ്ഞാൽ അവൻ എന്തും മറന്നു ഓടും. ബ്രൂണോ, ഡ്രോപ്പ്, വർമ്മ ആജ്ഞാപിച്ചു. ശീലത്തിന്റെ പുറത്ത് ബ്രൂണോ മാ തുറന്നു. പന്ത് താഴെ വീണു. വർമ്മ വേഗത്തിൽ ആ പന്ത് കുനിഞ്ഞെടുത്തു.
കാണണോ നിങ്ങൾക്കിവന്റെ സ്നേഹം? അയാൾ ആൾക്കൂട്ടത്തോട് ചോദിച്ചു. ഇവൻ ഈ പന്ത് ജീവന് തുല്യം സ്നേഹിക്കുന്നു. ഇത് ഞാൻ എറിഞ്ഞാൽ അവൻ കാറിലേക്ക് ചാടിക്കയറും. വർമ്മ കൈയോങ്ങി. ഗോ ഫെച്ച്. അയാൾ ആ പന്തെറിഞ്ഞു. തന്റെ കാറിന്റെ തുറന്നുകിടന്ന പിൻസീറ്റിലേക്ക് ലക്ഷ്യമാക്കി എറിഞ്ഞു. ചുവന്ന പന്ത് വായുവിൽ കറങ്ങി. എല്ലാവരും ശ്വാസമടക്കി പിടിച്ചു. അത് കാറിന്റെ ഡോറിൽ തട്ടി സീറ്റിലേക്ക് വീണു. എല്ലാവരും ബ്രൂണോയെ നോക്കി. അവനിപ്പോൾ കുതിച്ചു ചാടും, കാറിലേക്ക് ഓടിക്കയറും. ഹാപ്പി എൻഡിംഗ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ബ്രൂണോ അനങ്ങിയില്ല. അവന്റെ നോട്ടം ആ പന്തിൽ നിന്ന് വർമ്മയുടെ മുഖത്തേക്ക് മാറി. ആ നിമിഷം കാലം പുറകോട്ടുപോയി. ബ്രൂണോയുടെ മനസ്സിൽ ആ പഴയ സായാഹ്നം തെളിഞ്ഞു. ഇതേ മനുഷ്യൻ, ഇതേ കൈകൾ, ഇതേ ഏറ്. അന്ന് താൻ ഓടിപ്പോയപ്പോൾ ഇയാൾ തന്നെ ഉപേക്ഷിച്ചു പോയതാണ്. ഇന്നും ഇയാൾ അതുതന്നെ ചെയ്യുന്നു. തന്നെ ചതിക്കാൻ ശ്രമിക്കുന്നു. വർമ്മയുടെ മുഖത്തെ ചിരി മാഞ്ഞു. ബ്രൂണോ, പോ, പന്തെടുക്ക്, അയാൾ അലറി. ബ്രൂണോ അപ്പോഴും അനങ്ങിയില്ല. അവൻ പതുക്കെ തലതിരിച്ച് അപ്പുവിനെ നോക്കി. അപ്പുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ പോവുകയാണോ എന്ന ചോദ്യം ആ കണ്ണുകളിലുണ്ടായിരുന്നു. പക്ഷേ അപ്പു അവനെ പിടിച്ചുവെച്ചില്ല. അപ്പുവിന്റെ കൈകൾ അയഞ്ഞുതന്നെ കിടന്നു. വർമ്മ അധികാരമുപയോഗിക്കുന്നു. അപ്പു സ്വാതന്ത്ര്യം നൽകുന്നു. ബ്രൂണോയ്ക്ക് കാര്യം മനസ്സിലായി. ആ പന്ത് വർമ്മയ്ക്കുള്ളതല്ല. ആ കാത്തിരിപ്പ് വെറുതെയായിരുന്നു. എയർപോർട്ടിലെ ആൾക്കൂട്ടം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ബ്രൂണോ പതുക്കെ മുന്നോട്ടു നടന്നു. അവൻ കാറിന്റെ അടുത്തേക്ക് ചെന്നു. വർമ്മയുടെ മുഖത്ത് ആശ്വാസം. കണ്ടോ, അവൻ വരുന്നുണ്ട്, അയാൾ പറഞ്ഞു. പക്ഷെ ബ്രൂണോ കാറിൽ കയറിയില്ല. അവൻ പിൻസീറ്റിൽ കിടന്ന ആ പന്ത് വായികൊണ്ട് കടിച്ചെടുത്തു. വർമ്മ ഡോർ അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ബ്രൂണോ പുറത്തിറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൻ വർമ്മയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പുച്ഛമായിരുന്നു. നിന്റെ കളി അവസാനിച്ചു എന്നു പറയുന്നതുപോലെ. ബ്രൂണോ തിരിഞ്ഞു നടന്നു. വർമ്മയെയും ആഡംബര കാറിനെയും അവൻ പിന്നിലാക്കി. എയർപോർട്ടിനെയും പിന്നിലാക്കി അവൻ നടന്നു. അവൻ നേരെ വന്നത് അപ്പുവിന്റെ അടുത്തേക്കാണ്. അപ്പു അനങ്ങാതെ നിൽക്കുകയായിരുന്നു. ബ്രൂണോ അപ്പുവിന്റെ കാലക്കൽ ആ പന്ത് വെച്ചുകൊടുത്തു. എന്നിട്ട് അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കി വാലാട്ടി. ഇനി നീയാണെന്റെ കളിത്തോഴൻ, നീയാണെന്റെ യജമാനൻ. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആൾക്കൂട്ടത്തിൽ നിന്ന് കയ്യടി ഉയർന്നു. ആദ്യം ഒരാൾ, പിന്നെ 10 പേർ, പിന്നെ അവിടെയുണ്ടായിരുന്ന എല്ലാവരും. അപ്പു കരഞ്ഞുകൊണ്ട് താഴെയിരുന്നു. അവൻ ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു. വീരൻ അപ്പുവിന്റെ കണ്ണുനീർ നക്കിത്തുടച്ചു. മിസ്റ്റർ വർമ്മയ്ക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ക്യാമറകളിപ്പോൾ ചോദ്യങ്ങളുമായി അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. നിങ്ങൾ നായയെ ഉപേക്ഷിച്ചതാണോ? ഇനി നിങ്ങൾക്ക് അവകാശമില്ല. നാണം കെട്ടയാൾ കാറിൽ കയറി. വേഗത്തിൽ ഓടിച്ചുപോയി. ആ കാറ് പോയ വഴിയെ ആരും നോക്കിയില്ല. മഴ ചാറിത്തുടങ്ങിയിരുന്നു. അപ്പു എഴുന്നേറ്റു. അവൻ ആ ചുവന്ന പന്ത് കയ്യിലെടുത്തു. ഇനി അത് വെറുമൊരു പന്തല്ല, അതൊരു ഹൃദയമാണ്. നമുക്ക് പോകാം വീരാ, അപ്പു പറഞ്ഞു. വീരൻ കുരച്ചു. പഴയ ബ്രൂണോ അവിടെ മരിച്ചു. ഇത് വീരനാണ്. അവർ എയർപോർട്ടിന്റെ ഗേറ്റിലൂടെ പുറത്തേക്ക് നടന്നു. എങ്ങോട്ടെന്നില്ലാത്ത യാത്ര. പക്ഷെ അവർക്ക് പേടിയില്ലായിരുന്നു. കാരണം അവർക്ക് പരസ്പരം കൂട്ടുണ്ടായിരുന്നു. ക്യാമറകൾ അവരുടെ പിന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു. മഴയത്തൊരു കുടപോലുമില്ലാതെ അവർ നടന്നു. തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു ബാലൻ, അവനെ ചേർന്ന് നടക്കുന്ന ഒരു നായ. കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ജീവിതം തുടങ്ങിയിരിക്കുന്നു. 6 മാസത്തിനു ശേഷം നഗരത്തിലെ ഒരു ചെറിയ ചായക്കട. അവിടെ പാത്രം കഴുകുന്ന ഒരു കുട്ടിയുണ്ട്, അപ്പു. അവൻ ജോലി ചെയ്യുമ്പോൾ കടയുടെ വരാന്തയിൽ ഒരു നായ കാവലിരിപ്പുണ്ട്. അത് വീരനാണ്. വീരന്റെ കഴുത്തിലിപ്പോൾ പഴയ തുകൽ ബെൽറ്റില്ല. പകരം അപ്പു കൊടുത്ത ഒരു റിബണുണ്ട്. അവൻ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു. ജോലി കഴിഞ്ഞ് അപ്പു പുറത്തിറങ്ങി. കയ്യിലൊരു ബണ്ണും വീരനുള്ള ഭക്ഷണവുമുണ്ട്. വാടാ കളിക്കാം. അപ്പു ആ പഴയ ചുവന്ന പന്ത് കയ്യിലെടുത്തു. അവനത് ദൂരേക്കെറിഞ്ഞു. വീരൻ ആവേശത്തോടെ ഓടി. അവൻ പന്തെടുത്ത് തിരിച്ചുവന്നു. കൃത്യമായി അപ്പുവിന്റെ കയ്യിൽ വെച്ചുകൊടുത്തു. അവർക്ക് വീടില്ലായിരിക്കാം, സമ്പത്തില്ലായിരിക്കാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അവർക്കുണ്ട്. അത് ഉപേക്ഷിക്കാത്ത സ്നേഹമാണ്.